ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അങ്ങനെ രാവിലെ തന്നെ ബിഗ് ബോസ് എല്ലാവരോടും ലിവിംഗ് ഏരിയയിലേക്ക് വന്നിരിക്കാൻ പറയുന്നു. എന്നിട്ട് ചോദിക്കുന്നു ഇത് ഏത് വീക്കാണെന്ന് അറിയുന്നു. അങ്ങനെ ഓരോരുത്തരും ഓരോന്നും പറയുന്നുണ്ട്. ബിഗ് ബോസ് തിരിച്ചു പറയുന്നത് ഫാമിലി വീക്കാണെന്ന്. അത് കേട്ടതും എല്ലാവരും സന്തോഷത്തോടു കൂടി പിന്നീട് ബിഗ് ബോസ് പറയുന്നു ബിന്നി എല്ലാ ടാസ്കും സീരിയസ് ആയിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ പിന്നീട് പുള്ളിക്കാരിക്ക് ഇമ്മ്യൂണിറ്റിയും കിട്ടി, ക്യാപ്റ്റനും ആയല്ലോ. അപ്പോൾ 2 ആഴ്ചത്തേക്കുള്ള സേഫ് ആയതുപോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിന്നിയുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ അവർ മറ്റുള്ള വീട്ടുകാരെക്കാളും കുറച്ചുകൂടെ കൂടുതൽ അവർക്ക് ബിഗ് ബോസ് ഹൗസിൽ താമസിക്കാൻ പറ്റുന്നു. പിന്നീട് ബിഗ് ബോസ് പറയുന്ന ഒരു ട്രെയിനിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അത് ഇന്ന സമയമൊന്നുമില്ല, ഏത് സമയം വേണമെങ്കിലും ആകാം. ആ സമയത്ത് ബിന്നി നൂബിനെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് നിൽക്കണം എന്ന് പറയുന്നു. അതിനുശേഷം പിന്നെ ഒരു പസിൽ കൊണ്ടുവരികയാണ് സ്റ്റോർ ഏരിയന്ന്. അതിൽ 2 പേരുടെ പേര് ഒളിച്ചിരിപ്പുണ്ട്. ആ 2 പേരുടെ വീട്ടുകാരായിരിക്കും അന്ന് വരുന്നത്. ഫസ്റ്റിന്റെയും മനീഷിന്റെയും പേരാണ് കിട്ടുന്നത് പസിലിന്. അങ്ങനെ അവർ 2 പേരും ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകുന്നു. ടാസ്ക് തുടങ്ങുന്നതിന് മുൻപേ അവർ അവിടെ ആക്ടിവിറ്റി ഏരിയത്തെ സ്ക്രീനിൽ അവരുടെ വീട്ടുകാർ ബിഗ് ബോസ് ഹൗസിൽ എൻ്റർ ചെയ്യുന്നത് നിറക്കണ്ണുകളോടും സന്തോഷത്തോടു കൂടി കാണുന്നു. അത് മനീഷും ഷാനവാസിനെയും ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിട്ടിരിക്കുകയാണ് അവരുടെ വീട്ടുകാർ വരുമ്പോൾ. പോരാത്തതിന് അത് അവർ TV കാണിക്കുന്നുണ്ട്. അതിനപ്പുറം അവർക്കൊരു ടാസ്ക് കൊടുക്കുന്നത് കുറച്ചൊരു ശ്രദ്ധിച്ചിട്ടും ഒക്കെ ചെയ്യേണ്ടുള്ള കാര്യങ്ങളാണ്. ഒന്നാമത് ഇവർ വീട്ടുകാരെ കണ്ട് മൊത്തത്തിൽ വിറച്ചും ആ ഒരു ടെൻഷനിലൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ 2 പേർക്കും ഈ പറഞ്ഞ പോലെ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പക്ഷേ ഷാനവാസ് എങ്ങനെയൊക്കെയോ ആദ്യത്തെ പസിൽ വീട്ടുകാരുടെ ആ ഒരു ഫാമിലി ഫോട്ടോ എങ്ങനെയൊക്കെയോ വെച്ചു. അനീഷിൻ്റെ കല്യാണത്തിൻ്റെ ഫോട്ടോ ആയിരുന്നു. പക്ഷെ അത് കണ്ടതോടുകൂടി അനീഷിൻ്റെ ആ ഒരു ഫ്യൂസ് പോയി എന്നാണ് അനീഷ് പിന്നീട് വന്ന് പറയുന്നത്. അങ്ങനെ എങ്ങനെയൊക്കെയോ ഷാനവാസ് ആദ്യത്തെ ടാസ്ക് ചെയ്യുന്നു, 2ാമത്തെ ടാസ്കിലേക്ക് കടക്കുന്നു, 2ാമത്തെ ടാസ്കും ചെയ്യുന്നു. അപ്പോഴും അനീഷ് ആദ്യത്തെ ടാസ്ക് തന്നെ ഇരിക്കണം കേട്ടോ. പുള്ളിക്കാരന് മൊത്തം വിറച്ചിട്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ കുറേ കഴിഞ്ഞ് ബിഗ് ബോസ് പറയുന്നു 2ാമത്തെ ടാസ്കിലേക്ക് കടക്കാൻ, കാരണം സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഒരു 7ന്റെ പണിയുള്ളൊരു ടാസ്ക് തന്നെയാണ് കൊടുത്തത്. കാരണം അവരുടെ വീട്ടുകാർ വരുന്നത് അവർ ഓൾറെഡി കണ്ടുവല്ലോ. അപ്പോൾ ആ ഒരു ടെൻഷനിൽ അവർക്കത് ചെയ്ത് തീർക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ അനീഷ് 2ാമത്തെ ടാസ്ക് ചെയ്ത് തീർത്തു. കഴിയലും അനീഷ് ആ ആക്ടിവിറ്റി ഏരിയയിൽ നിലത്തിരുന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു അനീഷിൻ്റെ വീട്ടുകാരോട് ആക്ടിവിറ്റി ഏരിയയിലേക്ക് അവർക്ക് മാത്രം പോകാമെന്ന്. അങ്ങനെ അബീഷ്, അതായത് അനീഷിൻ്റെ അനിയനും അമ്മയും ആക്ടിവിറ്റി ഏരിയയിൽ പോയി അനീഷിനെ കൂട്ടി സമാധാനിപ്പിച്ച് ലിവിംഗ് ഏരിയയിലേക്ക് ബിഗ് ബോസ് ഹൗസിലേക്ക് വരികയാണ്. ഷാനവാസ് പെട്ടെന്ന് തന്നെ ടാസ്ക് ചെയ്ത് തീർത്തു. പക്ഷേ അനീഷിന് മൊത്തം ടെൻഷനായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഇത് കാണുന്ന പ്രേക്ഷകർ ഈ പറഞ്ഞ പോലെ ശ്വാസം പിടിച്ച് നിൽക്കുക തന്നെയായിരുന്നു തോന്നുന്നുണ്ട്. കാരണം അനീഷ് ഇത് ചെയ്യുമോ തീർക്കുമോ എന്നുള്ളൊരു ടെൻഷനിൽ തന്നെയായിരുന്നു കാണുന്നവർ.